റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോഴിക്കോട് രമേശ് ചെന്നിത്തല സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പിൽ പിന്തുണ അഭ്യർത്ഥിച്ചു. ജില്ലയിലെ മറ്റു സാമുദായിക നേതാക്കളെയും ചെന്നിത്തല സന്ദർശിക്കും. സൗഹൃദ സന്ദർശനമെന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. കേൾക്കാം. തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ് സൗഹൃദ സന്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു പ്രത്യേകമാണല്ലോ, എപ്പോഴും വരലുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ വിളിക്കലുണ്ട്, സൗകര്യപ്പെട്ട കാണലുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ച ആയിട്ടില്ല, തെരഞ്ഞെടുപ്പുണ്ട്. അതിലിപ്പോൾ യു ഡി എഫിന് വിജയിക്കണം എന്നാണല്ലോ ഉണ്ടാവില്ല, ഓരോ പാർട്ടിക്കും അങ്ങനെയല്ല. വേണ്ടപ്പെട്ട പിന്തുണ തേടിയില്ല, അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അഭിലാഷ് രമേശ് ചെന്നിത്തല ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു. രാഷ്ട്രീയം ചർച്ചയായില്ല എന്ന് പറയുമ്പോഴും കണ്ടുമുട്ടിയ പശ്ചാത്തലം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എന്നുള്ളത് കൗതുകമുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തല അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് പൂർണ്ണമായും പിടിക്കുക എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ദൗത്യം, അല്ലേ? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കാണ് കോഴിക്കോടിലെ ചുമതല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല വന്ന ഉടൻ തന്നെ അദ്ദേഹം സാമുദായിക നേതാക്കളെയൊക്കെ കാണാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ സമസ്ത ഓഫീസിലേക്ക് രമേശ് ചെന്നിത്തല എത്തി. അവിടുന്ന് പ്രാതൽ കഴിച്ചു. അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ഏതാണ്ട് 1 മണിക്കൂറോളം സമയം എടുത്താണ് ചർച്ചകൾ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്നവർ പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും സമസ്തയ്ക്കുള്ളിലെ ഭിന്നത അത് ഏതെങ്കിലും തരത്തിൽ UDF പ്രതിസന്ധിയാകുമോ എന്നുള്ളൊരു ചോദ്യം നിലവിലുണ്ട്. ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ ഭാഗത്തും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം സമസ്തയുടെ പൂർണ്ണമായ ഒരു പിന്തുണയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു പിന്തുണ ലഭിച്ചാൽ മാത്രമേ കോഴിക്കോട്ടും മലബാറിലടക്കം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയുള്ളത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വന്നത് തനിച്ചാണ്, അതായത് ടാക്സി വണ്ടിയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നതാണ്. കാരണം മറ്റാരോടും വിവരം നൽകാതെയാണ് അദ്ദേഹം അവിടെ എത്തുകയും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് UDF ജയിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നിലപാട് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഏതായാലും മുസ്ലിം സമുദായത്തിന്റെ പൂർണ്ണമായ പിന്തുണ തേടിക്കൊണ്ട് എല്ലാ മത സാമുദായിക നേതാക്കളെ കൂടി രമേശ് ചെന്നിത്തല കാണുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മത്സരം കടുക്കുമെന്നത് ഉറപ്പാണ്. ഇക്കുറി മത്സരം കടുക്കണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഏകദേശം ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും കടുത്ത പോരാട്ടമായിരിക്കും എന്നത് ഉറപ്പാണ്. കാരണം ഭരണവിരുദ്ധ വികാരത്തിലൂന്നിയാണ് പ്രതിപക്ഷം രംഗത്തേക്ക് ഇറങ്ങുന്നത്. സർക്കാരിന് ജനക്ഷേമ പദ്ധതിയാണ് സർക്കാരിൻ്റെ തുറുപ്പുചീട്ട്. വികസിത ഭാരത് ആണ് ഞങ്ങളുടെ തുറുപ്പുചീട്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. NDA എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മത്സരം പൊടിപാറുമെന്നത് ഉറപ്പാണ്. മധ്യ കേരളത്തിൽ വലിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വടക്കൻ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. തദ്ദേശ പോര് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ ആകുമോ എന്നുള്ളത് കാത്തറിയാം. പ്രിയപ്പെട്ടവരെ, ഇനിയുമുണ്ട് പ്രധാന വാർത്ത.